കാലത്തും പല വെറൈറ്റി കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുള്ള നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ഇപ്പൊ ഒരു പുതിയ വിശ്വവിഖ്യാതമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്ന്. കൂരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് വെള്ളാപ്പള്ളി കണ്ട മലപ്പുറം. എത്ര ഡീസന്റ് ആവാൻ നോക്കിയാലും ചില ആൾക്കാരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കണ ആ ഒരു വർഗീയത അറിയാണ്ട് പുറത്തു ചാടും. അല്ലേ വെള്ളാപ്പള്ളി സാറേ? സ്വതന്ത്രമായ ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മലപ്പുറത്ത് വായും വെളിച്ചൊന്നുമില്ലേ? നിങ്ങളൊക്കെ മലപ്പുറത്ത് പോകാറുള്ളതാണല്ലോ. നിങ്ങളൊക്കെ പോയപ്പോ നല്ലോണം ശ്വാസം വലിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ. സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. എന്നാലും മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക സംസ്ഥാനമാണെന്നൊക്കെ വെള്ളാപ്പള്ളി സാറിന് തോന്നിയത് എന്തുകൊണ്ടായിരിക്കും? നിങ്ങളാരും അങ്ങനെ ഒരു ഭൂപടം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു പ്രസ്താവന ഉണ്ടാക്കി അത്യന്തം നിർഭാഗ്യകരമാണ്. അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കാൻ ശ്രമിക്കണം. ആദ്യം ആരാണ് ഗുരുദേവൻ എന്ന് പഠിക്കണം, ആ ഗുരുദേവന്റെ തത്വങ്ങൾ എന്താണെന്ന് പഠിക്കണം. പഠിക്കാനാ വെള്ളാപ്പള്ളി സാറാ? പഠിക്കാൻ പറ്റുന്ന കാലത്ത് നേരെ ചൊവ്വെ പഠിച്ചിരുന്നെങ്കിൽ ലോകത്താരും ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക തരം ഭൂപടം മൂപ്പര് ഇപ്പൊ കണ്ടുപിടിക്കില്ലായിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രസ്താവന മാത്രമല്ല, ഇത് ഒറ്റപ്പെട്ടതല്ല. അദ്ദേഹം എപ്പോഴും ഈ രാജ്യത്തിൽ വിഭാഗീയതയുടെ ശബ്ദമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസ്താവനകളും നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഇതൊന്നും നാട്ടിൽ അംഗീകരിക്കാൻ സാധ്യമല്ല. അതെന്താണെന്ന് അറിയൂ മുല്ലപ്പള്ളിജി, എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും BJPയോടുള്ള ആ ഒരു ചായ്വുണ്ടല്ലോ, അതിങ്ങനെ അറിയാണ്ട് ചിലപ്പോ ചില കണ്ടുപിടുത്തങ്ങളായിട്ട് പുറത്തേക്ക് വരും. കഴിഞ്ഞ ദിവസം BJPയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുശലാന്വേഷണം എന്ന് പറഞ്ഞിട്ട് വെള്ളാപ്പള്ളി സാറിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണോ ഇത്? BJPക്ക് മലപ്പുറം ജില്ലയോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ലല്ലോ. കേരളത്തിലെ ഒരു ജില്ലയല്ലേ മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ എക്കാലത്ത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലാണ് മുസ്ലിം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടക്കുന്നത്. കണ്ട ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? ജിമാരുടെയും വെള്ളാപ്പള്ളി സാറിന്റെ ഒച്ച ഒരുപോലെ ഇരിക്കണു. ആ ജില്ലനെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഈ ജില്ലയിൽ വന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ ജില്ലക്കാരോട് ഇടപെട്ടുകൊണ്ടിട്ട് ഇവിടുത്തെ ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കാത്തവർ പലതും പറയും. അങ്ങനെ പറയുന്നതൊക്കെ നമുക്ക് അത് തള്ളിക്കളയാം. അത് അറിയിക്കണം, അവജ്ഞയോട് കൂടി ഇത് മാത്രമേ പറയണം. എല്ലാരും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും വെള്ളാപ്പള്ളി സാർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്നേ. ഹൈ, ഇമാതിരി വർഗീയമായ വിവാദമായ പ്രസ്താവനകൾ നടത്തുമ്പോ നമ്മുടെ ജിമാർ ഇവിടെ ഉള്ളിടത്തോളം കാലം വെള്ളാപ്പള്ളി സാർ ഒരിക്കലും ഒറ്റപ്പെടേണ്ടി വരില്ല. ഫുൾ സപ്പോർട്ട് എന്നിട്ട് അവർ കൂടി ഉണ്ടാവില്ല എപ്പോഴും. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? അത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം ഡെമോഗ്രഫി ഒരു പ്രത്യേക രീതിയിൽ വളർന്നു വരുമ്പോൾ അവിടെ ജനാധിപത്യം ഒന്നും ഉണ്ടാവില്ല, മതേതരത്വം ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കേരളത്തിൽ ജനാധിപത്യവും മതേതരത്വം ഒന്നും പുലരാൻ പോകുന്നില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇതുപോലത്തെ വിവാദ പ്രസ്താവനയും കൊണ്ട് കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മതേതരവാദികളൊക്കെ കൂടെ മൂപ്പരെ കണ്ടം വഴി ഓടിക്കില്ലേ? അതുകൊണ്ട് മൂപ്പര് ചെറുതായിട്ട് പിറ്റേ ദിവസം ഒന്ന് ട്രാക്ക് മാറ്റാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മലപ്പുറത്ത് നിലമ്പൂരിൽ ഞാൻ നടത്തിയ ചില സംവാദം പ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ഞാൻ വലിയ മുസ്ലിം വർഗീയവാദിയാണെന്ന് സമർത്ഥിക്കുവാൻ ചില മാധ്യമങ്ങളും എല്ലാം ചർച്ചകൾ വന്നു. അതെ അതെ, മലപ്പുറത്ത് സമത്വമില്ല, സ്വാതന്ത്ര്യമില്ല, സമാധാനത്തോടെ ശ്വാസം വലിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോ തമാശ പറഞ്ഞായിരിക്കും അല്ലേ? ഞാൻ ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന കസേരയിൽ ഇരിക്കുന്ന എന്റെ സമുദായത്തിന്റെ വികാരവും വിചാരവും പ്രയാസവും ദുഃഖവും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഓ ഐ സി. എന്റെ സമുദായത്തിന് കുറെ വിഷമങ്ങളുണ്ട്. ആ വിഷമത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാണെന്ന്. അതെ, സമുദായ സംഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം, അല്ലാണ്ട് മറ്റുള്ള സമുദായങ്ങളെ അപമാനിക്കുക എന്നുള്ളതല്ല. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ 56% മുസ്ലിങ്ങളുണ്ട്. ഇതാണ് മലപ്പുറം. മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളൊരു രാജ്യം എന്ന് പറയാൻ സാധിക്കില്ല. അത് മുസ്ലിങ്ങൾ ആധിപത്യമാണെന്ന് പറഞ്ഞിങ്ങനെ പരത്തുകയല്ലേ ഓരോരുത്തരും. അതെ, തല തിരിഞ്ഞു. ഒരു ദിവസം പറയണു മലപ്പുറം എന്ന് പറഞ്ഞ വേറെ തന്നെ ഒരു സംസ്ഥാനമാണ്, രാജ്യമാണെന്നൊക്കെ. എയറിലായിരുന്നു മനസ്സിലായപ്പോ തന്നെ പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, എനിക്ക് അങ്ങനെ പറയാനും പറ്റിയില്ലാന്ന്. പണി കിട്ടുന്നു മനസ്സിലാവുമ്പോ അപ്പൊ തല തിരിയണ ചിലരുടെ ആ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ, അത് നിങ്ങൾ കാത്തുവിട്ടാ. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരിക്കൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളെ സംബന്ധിച്ച്. ഓ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അത് പിന്നെ അന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ അന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ.
ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു പറയണ പോലെ ഒരു തവണ പണി കിട്ടിയത് കൊണ്ടാണോ അതോ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കാറായില്ലേ കിട്ടാൻ പോണ വോട്ട് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. എപ്പോഴും ഉണ്ടാവുന്ന ആ ഒരു ആഞ്ഞടിക്കൽ ശക്തി ഉണ്ടല്ലോ, ഈ കാര്യത്തില് ഗോവിന്ദ മാഷ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊന്നും അത്ര വലിയ വിവാദമായിട്ട് കാണില്ല. ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വിവാദമാക്കാൻ പുറപ്പെട്ടിട്ട് പല കാര്യമുണ്ട്. പാവം, മധുരിച്ചിട്ട് ഇറങ്ങാനും കഴിച്ചിട്ട് തുപ്പാനും പറ്റാത്തൊരവസ്ഥ. ഇതിപ്പോ വെള്ളാപ്പള്ളി സാറിന്റെ ഈ ഒരു പ്രത്യേക തരം ചിന്ത എന്തുകൊണ്ടാണെന്ന് നാട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. മലപ്പുറത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് അതൊരു വേറൊരു രാജ്യമായിട്ട് വെള്ളാപ്പള്ളി സാറിന് തോന്നി. അപ്പൊ പിന്നെ വെള്ളാപ്പള്ളി സാറിന്റെ ജില്ലയില് വേറൊരു മതവിഭാഗത്തിലുള്ളവരാണല്ലോ ഭൂരിഭാഗം ഉള്ളത്. അപ്പോ ആലപ്പുഴ ജില്ലേനെ ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറയോ എന്തോ. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണെന്ന് പറയുന്ന പോലെ ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ട് കോൺഗ്രസ് ഇങ്ങനെ കത്തിക്കയറി നിൽക്കുമ്പോൾ INTUC പിന്നീന്ന് പണി കൊടുക്കുന്നത് എന്തൊരു കഷ്ടമാണ്. മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ആദ്യം വരുന്നത് ഒരു നിർദ്ദേശം, ഇങ്ങനെ ഒരു സമിതി, അതും അംഗനവാടിയുടെ സമിതിയേക്കാൾ ഉന്നതമായ ഒരു സമിതി, സീനിയർ IAS ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറഞ്ഞൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ഒരു പ്രോസസ്സിലല്ലാതെ ഇത് തീരാൻ സാധ്യത കാണുന്നില്ല. നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ആശാ വർക്കേഴ്സിന്റെ ആവശ്യങ്ങള് ഒരു സമിതിനെ വെച്ച് പഠിക്കാം, എന്നിട്ട് ആ സമിതി ഒരു 2-3 മാസമൊക്കെ എടുത്ത് പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം ബാക്കി കാര്യം എന്നുള്ള സർക്കാരിന്റെ ആ ഒരു തീരുമാനത്തിന് വാവ് സൂപ്പർ അടിപൊളി തീരുമാനം എന്ന് പറഞ്ഞ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUC. തീർച്ചയായിട്ടും പരിശോധിക്കും. INTUC എടുത്ത നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾക്ക് ആശാ വർക്കർമാർ ഉന്നയിച്ച അവരുടെ ഡിമാൻഡുകളോടാണ് ഞങ്ങളുടെ അനുഭാവം. INTUC പ്രസിഡന്റ് അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനോട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് എന്താണെന്ന് പാർട്ടി പരിശോധിക്കട്ടെ. പാവ നേതാക്കള് INTUCയുടെ നിലപാട് പരിശോധിച്ച് ഐറ്റങ്ങൾ തളർന്നു. കണ്ണുരുട്ടിയിട്ടായാലും ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണ പത്രക്കുറിപ്പ് എഴുതി വാങ്ങിയിട്ട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി എന്ന് വിചാരിച്ച് നടു നിർത്തിയതായിരുന്നു. ഇതിപ്പോ എന്തുട്ടാ ഈ ചന്ദ്രശേഖരൻ വിടുന്ന മട്ടില്ലല്ലോ. അതെൻ്റെ ഒരു ഉപദേശമാണ്, അങ്ങനൊന്നും അല്ല അത് കാണേണ്ടത്. പിടിവാശിയും ദുർവാശിയും ഒക്കെ വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കി ആശാപ്രവർത്തകരുടെ ഈ സമരം സെറ്റിൽ ചെയ്യാനുള്ള ഒരു നടപടിക്ക് എല്ലാ സംഘടനകളും, പ്രത്യേകിച്ച് നിരാഹാരം നടക്കുന്ന ആ സംഘടന മുൻകൈ എടുക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. ആശാ വർക്കേഴ്സിന് പിടിവാശിയുണ്ട്, മര്യാദയ്ക്ക് ആ പിടിവാശി നിർത്തിക്കോന്നാണ് ചന്ദ്രശേഖരന്റെ ഉപദേശം. ഇതിപ്പോ കണ്ണുരുട്ടി ആശാ വർക്കേഴ്സിന് പിന്തുണ പത്രക്കുറിപ്പ് എഴുതി വാങ്ങിയിട്ട് എന്തുട്ടാ സതീശയുടെ ഗുണം? മൂപ്പരുടെ തനി സ്വഭാവം പുറത്തേക്ക് എടുക്കണ്ടില്ലേ? കേരളത്തിലെ കോൺഗ്രസിന്റെയോ UDFന് അങ്ങനത്തെ ഒരു നിലപാടില്ല. ആശാ സമരത്തിലെ കമ്മീഷൻ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല. ആശാ സമരത്തിന് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം, അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിപ്രായം അതാണ്, കേരളത്തിലെ UDFന്റെ അഭിപ്രായം അതാണ്. വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം കോൺഗ്രസ് ആയിട്ടോ UDF ആയിട്ടോ ബന്ധപ്പെട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഗൗരവമായിട്ട് പരിശോധിക്കും. ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്തോട്ടിനാ സതീശേട്ടാ? നിങ്ങളെയും നിങ്ങളുടെ പാർട്ടിനെയും INTUC നേതാവ് R ചന്ദ്രശേഖരന് ഒരു പേടിയില്ല. അല്ലെങ്കിൽ പിന്നെ തന്നെയും പിന്നെയും ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് ഇങ്ങനെ എതിര് നിൽക്കുവോ? അല്ല, സമരക്കാരോട് ഇനി എനിക്കൊന്നും പറയാനില്ല. സമരക്കാർ നമ്മൾ പറയുന്നതും നമ്മളുമായിട്ട് നടത്തിയ ചർച്ചയും എല്ലാം മറന്നുകൊണ്ട് വർത്തമാനം പറയുന്നവരുടെ ഞങ്ങളൊന്നും ഒരു ഉപദേശം കൊടുക്കുന്നില്ല. അവർക്ക് ഒരു ഉപദേശത്തിൻ്റെ ആവശ്യവുമില്ല. കശുവണ്ടി ഇറക്കുമതിയായിട്ട് ബന്ധപ്പെട്ട അഴിമതി കേസിൽ സർക്കാർ കോടതിയിൽ നിങ്ങൾക്ക് അനുകൂല സമീപനം എടുത്തുന്നോ, അതിനുള്ള നന്ദി പ്രകടനാണ് ഈ നിലപാട് മാറ്റുന്നൊക്കെ ഒരു നാട്ടുവർത്താനം കേട്ടോ. അല്ല, നമ്മളെപ്പോഴും ഇപ്പം നമ്മളൊരു നിലപാടെടുത്താൽ മാറുന്ന ആളുകളല്ല. നമ്മളൊരു നിലപാടെടുക്കുന്നത് എല്ലാം ആലോചിച്ചിട്ടാണ് നിലപാടെടുക്കുന്നത്. അതെ, തീരെ നിലപാട് മാറ്റാറില്ല. ആശാ വർക്കേഴ്സിന്റെ സമരം വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ ആശാ വർക്കേഴ്സിന്റെ സമരത്തിനൊന്നും പിന്തുണ കൊടുക്കില്ലാന്ന്. പിന്നീട് കോൺഗ്രസ് നേതാക്കൾ വിളിച്ച് കണ്ണുരുട്ടിപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇന്നും ആശാ വർക്കേഴ്സിന്റെ സമരത്തിനൊപ്പാണെന്ന്. അത് കഴിഞ്ഞിട്ട് ആരോഗ്യമന്ത്രി വിളിച്ച ചർച്ചയ്ക്ക് പോയി ആ പടി കടന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പറഞ്ഞു ഈ ആശാ വർക്കേഴ്സിന് പിടിവാശിയാണെന്ന്. പിന്നെയും കോൺഗ്രസ് നേതാക്കൾ വിളിച്ച് കണ്ണുരുട്ടുന്നു, ഞാനും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്നു. ഇതെന്താണ് ചന്ദ്രശേഖരേട്ടാ ഇത്? നിങ്ങളെ നമുക്ക് മനസ്സിലാവണില്ല മിച്ചർ.